ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മഴയൊന്നും ഇല്ലാത്ത ദിവസം കണ്ടപ്പം സ്കൂളിൽ നിന്ന് നേരെ എന്ത് ചെയ്തു, ഞാൻ മക്കളെയും കൂട്ടി ക്വാർട്ടേഴ്സിലേക്ക് തന്നെ വന്നു. അയാനും ലീവ് ആയതുകൊണ്ട് അവരെ വിളിക്കാം, മക്കളെ വിളിക്കാൻ അയാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ക്വാർട്ടേഴ്സിൽ നിന്നിട്ട് ഒരു 5:30 ആകുമ്പോൾ ഓഫീസ് വിടുന്ന സമയമാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പിന്നെ കമലൂനും ലീവാണ്. കമലൂന് ലീവല്ല, കമലു ലീവാക്കിയതാണ് വയ്യാത്തതുകൊണ്ട്. അപ്പം അവളും ഉണ്ട്. പിന്നെ അവരെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഒക്കെ ഉണ്ടായപ്പോൾ പിന്നെ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ഓടിക്കളിയൊക്കെ തുടങ്ങി കേട്ടോ. ഓടിക്കളിയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഒളിച്ചുകളി തുടങ്ങി കേട്ടോ. അപ്പൊ കമലുവാണ് ആദ്യം എണ്ണി തുടങ്ങിയത്. ഇനി അയാനെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് കമലു. അയാനാണെങ്കിൽ അവിടെ ഓട്ടത്തിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ജാനിയാണ്. ജാനി ആരുഷി അവന്തികേന്റെ സെയിം പ്രായം തന്നെയാട്ടോ. അതാണ് ക്വാർട്ടേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിലുള്ള ഇവരെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും, അയാന്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും, അങ്ങനെ എല്ലാവരും ഉണ്ടാവും കൂടെ കളിക്കാൻ. പിന്നെ അവർക്ക് മടി തോന്നൂല, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഒരുമിച്ച് കളിക്കാനും. പിന്നെ പേടിക്കാനൊന്നുമില്ല, ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് തൊട്ടടുത്തൊക്കെ ആൾക്കാരാണ്, അറിയുന്നവരാണ്, വണ്ടികൾ വരാനില്ല. അപ്പൊ പിന്നെ തുറന്ന സ്ഥലം പോലെയല്ലേ, കളി തുടങ്ങിയതാണ് അവര്. കളി ഒന്ന് ഹരം പിടിച്ച് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും മഴയായി. മഴയായപ്പോൾ പിന്നെ ബാഗിലുണ്ടായിരുന്ന റെയിൻകോട്ട് എടുത്തിട്ടിട്ട് അത് വെച്ചിട്ടായി കളി. റെയിൻകോട്ട് ഇട്ട് മഴയത്ത് കളി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു. അച്ഛൻ വന്നപ്പോൾ പിന്നെ ഓടി. ഞങ്ങൾ പറഞ്ഞു കുറച്ചു നേരം കളിച്ചിട്ടൊക്കെ പോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചു നിർത്തി. മഴയത്ത് കുറച്ചു നേരം കളിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഏതായാലും കാർ എടുത്ത് വന്നല്ലേ, അപ്പൊ പിന്നെ കളിച്ചിട്ടൊക്കെ പോവാന്ന് പറഞ്ഞു. പണ്ടൊക്കെ ചെറുതാകുമ്പോൾ മഴയാകുമ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ടൊന്നുമല്ലല്ലോ കളി, ഇവര് കളിക്കുന്ന പോലെ. അങ്ങനെ മഴയത്ത് പോവും. പിന്നെ പറമ്പിലൊക്കെ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിലൊക്കെ ചാടിക്കളി, ഓടിക്കളി, അതിൽ കിടന്ന് മറിയല്, അതിൽ വരുന്ന മീൻ, ഒഴുകി വരുന്ന മീനൊക്കെ ഉണ്ടാവല്ലോ തോടൊക്കെ നിറഞ്ഞിട്ട്, അതൊക്കെ വരുന്ന മീനിനൊക്കെ പിടിച്ചിട്ട് പിന്നെ അതൊരു കുപ്പിയിലാക്കി കൊണ്ടുവരും. അങ്ങനെയൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു പണ്ടൊക്കെ. ഇപ്പത്തെ കുട്ടികൾക്ക് ഇങ്ങനെങ്കിലും ഒന്ന് കളിക്കാൻ പറ്റട്ടെ. അപ്പൊ ആരൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ട് ഒന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.